UDF കൺവീനർ PP തങ്കച്ചൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രാവിലെ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ നടത്തി. അതിനുശേഷം മാണി സാറുമായിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇനി വൈകുന്നേരം 5 മണി മുതൽ RSPയും അതുപോലെ കേരള കോൺഗ്രസ് ജെയും തമ്മിലുള്ള ചർച്ചകളുണ്ടാകും. ചർച്ചകളിൽ ഫൈനലായിട്ട് തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഘടകകക്ഷികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വിശദമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ വിശദമായി പറഞ്ഞു. അതെല്ലാം കേട്ടു. അത് അനുഭാവപൂർവ്വം ഈ ഡിമാൻഡുകളിൽ പലതും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. വീണ്ടും ഒരു റൗണ്ട് കൂടി ചർച്ചകൾ വേണ്ടി വരും. 1-2 റൗണ്ടുകൾ ചിലപ്പോൾ വേണ്ടി വരും. അതുകൊണ്ടൊരു ഫൈനൽ തീരുമാനം ഇന്ന് എടുക്കുന്നില്ല. പ്രിലിമിനറി ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി അടുത്ത സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊക്കെ വരുമ്പോഴൊക്കെയും കാര്യങ്ങൾ തീരുമാനം. ഏതായാലും ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം എന്നുള്ള ഒരു പൊതുധാരണയാണ് ചർച്ച നടത്തിയ ഘടകകക്ഷികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനാർക്കും ഒരു എതിർപ്പും പ്രകടമായിട്ടൊരു എതിർപ്പ് കണ്ടില്ല. ലീഗ് നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് കേൾക്കുന്നു. ഒന്നുമില്ല. സോണിയാഗാന്ധിയെ നാളെ കാണുമ്പം കോൺഗ്രസുമായിട്ടുള്ള ഈ തർക്കത്തിൻ്റെ ആരും ആക്ഷേപങ്ങളൊന്നും ഉന്നയിച്ചില്ല. ലീഗിനും കേരള കോൺഗ്രസിനും അവർക്ക് ചില പരാതികളുണ്ടായിരുന്നു. ആ പരാതികൾ ഉന്നയിച്ചു. അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ളല്ലാതെ ആക്ഷേപമൊന്നും ആരും ഒന്നും പറഞ്ഞു. ഈ സീറ്റ് ധാരണയുടെ പ്രാരംഭ ചർച്ചകൾ ഇന്നത്തെ ഉപേക്ഷ ചർച്ചകളുണ്ടോ? അത് ഉൾപ്പെടെ ചില ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടുണ്ട്. ലീഗ കോൺഗ്രസും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ പറഞ്ഞല്ലോ, സീറ്റിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ ചർച്ചയിൽ പൊന്തി വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഫൈനലല്ല. അവർക്ക് എന്താണ് ആവശ്യങ്ങളുള്ളതെന്ന് ചോദിച്ചപ്പോൾ വിശദമായി പറയാൻ പറഞ്ഞാൽ അവർക്ക് വിശദമായി അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചു. അതായത് 2 കക്ഷികളും കൂടുതൽ സീറ്റ് വേണമെന്ന് ഉപേക്ഷ ചർച്ചയിൽ ആവശ്യപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞതിൽ അർത്ഥമാക്കേണ്ടതില്ല. സീറ്റുകളുടെ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ തൽക്കാലം ഒരു പ്രാരംഭ ചർച്ചയിൽ വന്ന അത്തരം കാര്യങ്ങൾ വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൊതുവെ ഈ കോൺഗ്രസിനകത്തുള്ള ഈ ചില പ്രശ്നങ്ങൾക്ക് അവർക്കുള്ള അതൃപ്തി അവരുടെ സംസാരത്തിൽ പ്രകടമായിരുന്നു. എന്ത് അതൃപ്തി? കോൺഗ്രസിനകത്തുള്ള ചില ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതല്ല, പൊതുവെയുള്ള കാര്യങ്ങളിൽ അവർക്ക് അതൃപ്തിയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. കോൺഗ്രസിൻ്റെ അകത്ത് മാത്രമല്ല, മൊത്തത്തിലുള്ള അതൃപ്തിയിൽ അവർക്ക് മനസ്സിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. JDU പോകുന്ന കാര്യം തീരുമാനിക്കാൻ 18-ന് സംസ്ഥാന കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതറിയില്ല. JDU ആയിട്ട് നാളെയാണ്, മറ്റന്നാളാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. 31-ാം തീയതി വൈകുന്നേരം JDU ആയിട്ട് സംസാരിക്കുന്നത്. JDU മുന്നണിയിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെയാണോ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്? ഇപ്പോഴത്തെ എൻ്റെ 100% പ്രതീക്ഷ അത് തന്നെയാണ്. മുൻപ് നടന്ന ഉപേക്ഷ ചർച്ചകളിലെ തീരുമാനങ്ങളൊന്നും നടപ്പിലായില്ല എന്നാണ് JDU നേതാക്കൾ. ഞാൻ പറഞ്ഞല്ലോ പരസ്യമായിട്ട് അവിടെ നടക്കുന്ന ഒരു ഉഭയകക്ഷി ചർച്ചയിൽ നടന്ന എല്ലാ ചർച്ചയുടെയും വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ നോക്കും. എൻ്റെ ആകത്തുക വീണ്ടും 1-2 ചർച്ചകൾ കൂടി വേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ചർച്ചയിൽ ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളതായി കണ്ടത്. അവരുടെ ന്യായമായ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയുമാണ്. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കും. UDF കൺവീനർ PP തങ്കച്ചൻ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു.